രാത്രിയിൽ ഒരു ഘടികാരത്തിലേക്ക് നോക്കുമ്പോൾ 11:11 എന്ന വീണ്ടും വീണ്ടും കാണുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ 11 മണി 11 മിനിറ്റ് ചില നമ്പറുകൾ ജീവിതത്തിൽ തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഒരു ഫോൺ നമ്പർ വീണ്ടും വീണ്ടും നിങ്ങൾ കാണുന്നു. അതുപോലെ ഒരു വാഹന നമ്പർ, ഒരു ജനനത്തീയതി, ചിലപ്പോൾ ഒരേ സംഖ്യകൾ നമ്മെ പിന്തുടരുന്നത് പോലെ തോന്നും. അത് വെറും യാദൃച്ഛികതയാണോ? അല്ലെങ്കിൽ മനുഷ്യൻ ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാത്ത ഒരു രഹസ്യ ഭാഷയാണോ? മനുഷ്യൻ ആദ്യം കണ്ടെത്തിയത് തീയോ ചക്രമോ അല്ല. അവൻ ആദ്യം കണ്ടെത്തിയത് സംഖ്യ, നമ്പർ ആണ്. കാരണം ലോകത്തെ മനസ്സിലാക്കാൻ മനുഷ്യന് എണ്ണണം എന്ന ആവശ്യമുണ്ടായി. ദിവസങ്ങൾ എണ്ണി, കാലങ്ങൾ എണ്ണി, അതുപോലെ നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചു. അങ്ങനെ മനുഷ്യൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ടായിരുന്നു. പ്രകൃതിയിലെല്ലാം ഒരു ക്രമത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. സൂര്യൻ ഒരേ സമയത്ത് ഉദിക്കുന്നു, ചന്ദ്രൻ ഒരേ ചക്രത്തിൽ മാറുന്നു, കാലാവസ്ഥകൾ ഒരേ നിശ്ചിത താളത്തിൽ തിരികെ വരുന്നു. ഈ ക്രമത്തിന് പിന്നിൽ സംഖ്യകളുടെ നിയമമുണ്ടെന്ന് പുരാതന സംസ്കാരങ്ങൾ വിശ്വസിച്ചു. പുരാതന ഗ്രീസിൽ ജീവിച്ചിരുന്ന പൈതഗോറസ് എന്ന തത്വചിന്തകൻ ഒരു അത്ഭുതകരമായ ആശയം മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സ് മുഴുവൻ സംഖ്യകളുടെ ഒരു സംഗീതമാണ്. സംഗീതത്തിലെ ഓരോ ശബ്ദവും ഒരു ഗണിതാനുപാതം പാലിക്കുന്നത് പോലെ ജീവിതത്തിനും ഒരു ഗണിത റിതം ഉണ്ടാകാമെന്ന് അദ്ദേഹം കരുതി. ഈ ചിന്തയാണ് പിന്നീട് ന്യൂമറോളജി എന്ന ആശയമായി വളർന്നത്. ന്യൂമറോളജി പറയുന്നത് മനുഷ്യൻ ഈ ലോകത്തിലേക്ക് ഒരു പ്രത്യേക സംഖ്യാതാളവുമായി ജനിക്കുന്നു എന്നാണ്. ജനനത്തീയതി, പേരിലെ അക്ഷരങ്ങൾ, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഇവയെല്ലാം ഒരു പാറ്റേൺ സൃഷ്ടിക്കുന്നു എന്നാണ് വിശ്വാസം. ചിലർ പറയുന്നത് ഓരോ നമ്പറും ഒരു വൈബ്രേഷനാണ്. നമ്മൾ കാണാത്ത ഒരു എനർജി ഫ്രീക്വൻസി പോലെ, ഒരു റേഡിയോ സ്റ്റേഷൻ പോലെ ശരിയായ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്താൽ മാത്രമേ ശബ്ദം കേൾക്കാൻ കഴിയൂ. അതുപോലെ മനുഷ്യജീവിതവും ഒരു സംഖ്യാതാളത്തിൽ പ്രവർത്തിക്കാമോ എന്ന ചോദ്യമാണ് ന്യൂമറോളജി ഉയർത്തുന്നത്. ചരിത്രത്തിൽ പല രാജാക്കന്മാരും, വ്യാപാരികളും, യുദ്ധ നേതാക്കളും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സംഖ്യകൾ പരിശോധിക്കുന്നുവെന്ന് രേഖകൾ പറയുന്നു. നഗരങ്ങളുടെ നിർമ്മാണം മുതൽ യുദ്ധത്തിൻ്റെ തീയതി വരെ സംഖ്യകൾ അടിസ്ഥാനമാക്കിയായിരുന്നു കാലഘട്ടം ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. മനുഷ്യൻ അനിശ്ചിതത്വത്തെ ഭയപ്പെടുമ്പോൾ അവൻ പാറ്റേൺ അന്വേഷിക്കുന്നു. കാരണം പാറ്റേൺ ഉണ്ടെങ്കിൽ ഭാവി നിയന്ത്രിക്കാമെന്ന് മനുഷ്യൻ തോന്നുന്നു. പക്ഷേ ആധുനിക ശാസ്ത്രം ന്യൂമറോളജിയെ തെളിയിച്ച ശാസ്ത്രമെന്ന നിലയിൽ അംഗീകരിക്കുന്നില്ല. കാരണം ഒരേ നമ്പർ പങ്കിടുന്ന എല്ലാവർക്കും ഒരേ ജീവിതം സംഭവിക്കുന്നില്ല. എന്നിരുന്നാലും മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള ഒരു സത്യം ഇവിടെ പ്രധാനമാണ്. മനുഷ്യൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ തീരുമാനങ്ങളെ മാറ്റുന്നു. ഒരു നമ്പർ ഭാഗ്യമാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കും. ആത്മവിശ്വാസം പുതിയ അവസരങ്ങൾ തുറക്കും. അവസരങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. അപ്പോൾ ചോദ്യം ഉയരും, വിജയത്തിന് കാരണം നമ്പറാണോ അല്ലെങ്കിൽ വിശ്വാസമാണോ? ഇവിടെ ന്യൂമറോളജിയുടെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. സംഖ്യകൾ ഒരുപക്ഷെ ഭാവിയെ നിർണ്ണയിക്കുന്നില്ല, പക്ഷേ അവ മനുഷ്യൻ്റെ ചിന്താഗതി സ്വാധീനിക്കുന്നു. മനുഷ്യൻ തൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിരിക്കാം ഈ സംഖ്യ എന്ന് പറയുന്നത്. യൂണിവേഴ്സിനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഗണിതമാണ്. ഗ്രഹങ്ങളുടെ ചലനം കൃത്യമായി കണക്കുകൾ പാലിക്കുന്നു. DNA രൂപകൽപ്പന പോലും ഗണിത മാതൃകയിലാണ് ഉള്ളത്. പ്രകൃതിയിലെ പൂക്കളുടെ രൂപം, കടൽ തിരകളുടെ താളം, ഹൃദയമിടിപ്പിൻ്റെ ഋതം, എല്ലായിടത്തും ഒരേ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ആ പാറ്റേൺ തൻ്റെ ജീവിതത്തിലും കണ്ടെത്താൻ ശ്രമിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകം പോലും സംഖ്യകളിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളും ഇൻ്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും അവസാനത്തെ 0യും 1 മാത്രമാണ്. മുഴുവൻ യാഥാർത്ഥ്യവും തന്നെ നമ്പറിലായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ സംഖ്യകൾക്ക് മനുഷ്യ ജീവിതത്തിൽ ഒരു ആഴത്തിലുള്ള ബന്ധമുണ്ടാകും എന്ന ചിന്ത വീണ്ടും ശക്തമായി തന്നെ തുടരുന്നതായിട്ട് കാണാൻ സാധിക്കും. ന്യൂമറോളജിയുടെ ശക്തി ഒരുപക്ഷെ അതിൻ്റെ പ്രവചനങ്ങളിലല്ല, അത് മനുഷ്യന് നൽകുന്ന അർത്ഥത്തിലാണ്. മനുഷ്യൻ തൻ്റെ ജീവിതം ഒരു കഥയായി കാണാൻ ആഗ്രഹിക്കുന്നു. ആ കഥയ്ക്ക് ഒരു കോഡ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അവനെ മുന്നോട്ട് നയിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവസാനം നമ്മൾ തിരിച്ചറിയുന്നത് ഇതാണ്: സംഖ്യകൾ സ്വയം ജീവിതം മാറ്റുന്നില്ല, പക്ഷേ സംഖ്യകളിലൂടെ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ന്യൂമറോളജിയുടെ യഥാർത്ഥ രഹസ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ യൂണിവേഴ്സ് ഒരു വലിയ ഗണിത സമവാക്യമായിരിക്കാം. ഒരുപക്ഷെ നമ്മളെല്ലാം ആ സമവാക്യത്തിലെ ചെറിയ സംഖ്യകൾ മാത്രമായിരിക്കാം.
അപ്പോൾ ചോദ്യം വീണ്ടും ഉയരുന്നു, നിങ്ങളുടെ ജീവിതം യാദൃച്ഛികമാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ വായിക്കാത്ത ഒരു കോസ്മിക് കോഡ് ആണോ എന്നുള്ളതാണ്.